ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 67. നമ്മളിന്ന് നോക്കുന്നത് ഉത്തരാർച്ചികം എന്ന എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഖണ്ഡം 3. ഇതിലെല്ലാം സോമത്തെ പറ്റിയാണ്. സോമം എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സോമയാഗത്തിലൂടെ മഴ പെയ്യ്ക്കുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് എന്ന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സോമം എന്ന് പറയുന്നത് നമ്മൾ അർപ്പിക്കുന്ന വസ്തുക്കളാണ്. എന്തും നമ്മളൊരു ഇൻപുട്ട് എന്ന് പറയാം. ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടുകൾ വെണ്ടയ്ക്ക് അത് ഇതെല്ലാം സോമമാണ്. ആ അർത്ഥത്തിൽ ഇൻപുട്ട് എന്ന നിലയിൽ സോമത്തെ എടുക്കണം. ഇപ്പോൾ 22 പറയുകയാണ്, ഈ സോമത്തിൻ്റെ ജന്മം വളരെ മഹത്വകരമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട എല്ലാ വസ്തുക്കളും ആ ശക്തിവിശേഷമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ, യജ്ഞങ്ങൾ ചെയ്യുന്നത്, സൗഭാഗ്യ ഐശ്വര്യമെല്ലാം നേടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ജന്മം മഹത്വപൂർണമാണ്. ഈ 2 ലോകങ്ങളിൽ ഏത് ലോകത്തായാലും ശക്തി തികഞ്ഞതും സുഖം നൽകുന്നതുമായ അന്നം യജ്ഞകർത്താക്കൾ യജ്ഞത്തിലൂടെ നേടുന്നു. അപ്പം നമ്മൾ യജ്ഞം ചെയ്തിട്ടാണ് നമുക്കുള്ള അന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നം എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. സോമം ഇൻപുട്ട്, പുറത്തേക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട്, അന്നം. അരിയും വെള്ളവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് സോമം, നമുക്ക് ഇൻപുട്ട്. അത് ഔട്ട്പുട്ട് എന്താണ്? അന്നം. അരിയും വെള്ളവുമെല്ലാം സോമം ഇൻപുട്ട്. അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടും, ചോറ് കിട്ടും. അത് അന്നം. അന്നം എന്ന് പറയാം, പ്രൊഡക്റ്റ് എന്ന് പറയാം, ചിലപ്പോൾ ധനമെന്നും പറയാം. അപ്പം യാഗം നടത്തുന്ന അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞം നടത്തുന്ന, സോമമെല്ലാം ഉപയോഗിച്ചിട്ട് യജ്ഞം നടത്തുന്ന യാഗകർത്താക്കൾ ഇതിനെയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് യജ്ഞം നടത്തുന്നത്. ഇനി 23 സ്തുതികർത്താക്കൾക്ക് ഈ സോമം എന്ത് ചെയ്യുന്നു? അന്നം നൽകുന്നു. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്താൽ നമുക്ക് അന്നം കിട്ടും. ചോറ് കിട്ടണമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. അത് സയൻസ് തന്നെയാണ്. ആ അരിയിൽ പല മാറ്റങ്ങൾ, ശാസ്ത്രീയമായ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ചോറായി മാറുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്തുതികളിലൂടെ, അതാണ് സ്തുതി, വേദസ്തുതി, വേദമന്ത്രങ്ങൾ, അല്ലെ സയൻസ് തത്വങ്ങൾ, അല്ലെ പാചകക്രമം, അതിനനുസരിച്ച് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അന്നം നൽകുന്നു. ആര്? ഈ കൊടുക്കുന്ന സോമം അന്നം നൽകുന്നു. അതിനുവേണ്ടി ഈ സോമം ആരാണ് ഉപയോഗിക്കുന്നത്? ഇന്ദ്രനും വരുണനും മരുത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ സോമം. ഈ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സോമം പാത്രത്തിൽ വീഴുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സോമയാഗത്തിലൂടെ മഴ പെയ്യിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിനു വേണ്ടിയ സോമം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ചെടികൾ ഇടിച്ച് പിഴിയുമ്പോൾ പാത്രത്തിൽ വീഴും. എന്തിനു വേണ്ടിയിട്ട്? അന്നം നൽകാൻ വേണ്ടിയിട്ട്. മുകളിൽ പോയി മഴ പെയ്യിക്കും, നമുക്ക് അന്നം കിട്ടും. അവിടെ മഴ പെയ്യിക്കുന്ന ശക്തി ആരാണ്? ഇന്ദ്രൻ. അവിടെ ഒരു ശക്തിയുണ്ട്. അത് ഇതിൻ്റെ സഹായം, സോമം അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ സഹായത്താൽ പെട്ടെന്ന് അവയെ കൂട്ടിച്ചേർത്തിട്ട് മഴയാക്കി മാറ്റും. അപ്പോൾ അതിന് ആർക്ക് വേണ്ടിയാണ് ഈ സോമം പോകുന്നത്? ഇന്ദ്രന് വേണ്ടി. ഇന്ദ്രനാണ് അവിടെ മഴയാക്കുന്നത്. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയും വരുണന് വേണ്ടിയും. വരുണനും മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാമാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ചുറ്റുന്ന ഓർബിറ്റാണ്. അപ്പോൾ പ്രത്യേക സ്ഥലങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾ വരുമ്പോഴാണ് മഴ പെയ്യുന്നത്. അതായത് മഴക്കാലം ഉണ്ടല്ലോ, ഇടവപ്പാതി,
കർക്കിടകം ഇങ്ങനെ മാസങ്ങളിലാണ് മഴ പെയ്യുക. അപ്പോഴാണ് മേഘം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ സോമം അയക്കേണ്ടത്. അപ്പോൾ ആകാശത്തിന് മേഘമൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സോമയാഗം നടത്തിയിട്ട് ഒരു കാര്യമില്ല, മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല. മഴ പെയ്യുണ്ടെങ്കിൽ അവിടെ മഴയ്ക്ക് വേണ്ട മേഘങ്ങൾ ഉണ്ടാകും. അതെപ്പോഴാണ്? ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ്. അതുകൊണ്ട് ഈ സോമം ആർക്ക് വേണ്ടിയാണ് പോകുന്നത്? ഇന്ദ്രന് വേണ്ടി. ഇന്ദ്രനാണ് അവിടെ കൂട്ടിച്ചേർത്ത് മഴയാക്കുന്നത്. വരുണനും മരുത്തുക്കൾക്ക് വേണ്ടിയും അതിനു വേണ്ടിയാണ് ഇത് പാത്രത്തിലേക്ക് വീഴുന്നത് എന്ന് പറയാണ് പിഴിയുമ്പോൾ. ഇനി 24. ഈ സോമത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളിൽ ധനം വന്നണയും. ഇങ്ങനെ നമ്മൾ സോമയാഗം നടത്തി കഴിഞ്ഞാൽ ഈ സോമം പോയിട്ട് നമുക്ക് മഴ പെയ്യിപ്പിക്കും. മഴ പെയ്യിപ്പിച്ചാൽ ചെടികളെല്ലാം നല്ലോണം വളരും, പഴങ്ങളെല്ലാം ഉണ്ടായാലും വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. അപ്പം ധനം നൽകുന്നതിന് സേവന തൽപരരായിക്കൊണ്ട് സോമം നിൽക്കുകയാണ്. അപ്പം നമ്മളെ സേവിക്കാനാണ് ഈ സോമം തയ്യാറായി നിൽക്കുന്നത്. നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ സോമം അഗ്നിയിലൂടെ അങ്ങ് ആകാശത്തിലേക്ക് അയക്കുമ്പോൾ അത് തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് ധനം നേടിത്തരാൻ. മുകളിൽ പോയി മഴ പെയ്യിപ്പിക്കും, എന്നിട്ട് ചെടികളെല്ലാം വളർന്നും ധനം വിറ്റാലെ പൈസ കിട്ടും. അതിനുവേണ്ടി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങൾ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ സോമത്തെ സ്തുതിക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സോമം ഉണ്ടാക്കണം. എങ്ങനെ നീരെടുക്കണം, ഏത് ചെടി എടുക്കണം, നീര് എങ്ങനെ എടുക്കണം, ഏത് തരത്തിൽ ശുദ്ധമാക്കണം, ഇതെല്ലാം സ്തുതിയാണ്, സയൻസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോമത്തോട് സ്തുതിക്കുമ്പോൾ അങ്ങനെ നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ മഴ പോയി ഈ സോമം പോയിട്ട് മഴ പെയ്യിപ്പിക്കും, നമുക്ക് ധനം ഉണ്ടാകും. ഇനി 25 ഈ നമ്മൾ കൊടുക്കുന്ന പിഴിയുന്ന ഈ വീട്ടിൽ വെച്ച് പിഴിയുന്ന ഈ അല്ലെങ്കിൽ യാഗശാലയിൽ വെച്ച് പിഴിയുന്ന ആ സോമം ജലവുമായി ചേരുന്നു. നമ്മൾ എപ്പോഴും പിഴിയുമ്പോഴെല്ലാം കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ പിഴിയുന്നത് കാണാം. കാരണം ഇതിനെ ഡൈല്യൂട്ട് ആക്കേണ്ടതുണ്ട്. അപ്പം പാല് ചേർക്കും, വെള്ളം ചേർക്കും, അങ്ങനെ പലതും ചേർത്തിട്ടാണ് ഈ സോമയാഗത്തിൽ. വെറും നീര് മാത്രമല്ല, അതിനെ ജലവും പാലും എല്ലായിട്ട് മിശ്രിതമാക്കിയിട്ട് തന്നെയാണ് അതിനെ സംസ്കരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ജലവുമായി ചേർന്നിട്ടാണ് പാത്രത്തിൽ വീഴുന്നത്. സോമം എടുക്കുമ്പോൾ ജലവുമായി ചേർന്ന് അത് പാത്രത്തിൽ വീഴും. നമ്മൾ ഡ്രിങ്ക്സ് എല്ലാം കലക്കുന്നത് കണ്ടിട്ടില്ലേ? പഴങ്ങളെല്ലാം ഇടും, അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും ഒഴിക്കുന്നിട്ടെല്ലാം മിക്സ് ചെയ്യും. അപ്പം ജലം ചേർത്തിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ സോമം യാഗസ്ഥലത്ത് സത്യധർമാദികൾക്കനുസരിച്ച് വിരാജിക്കും. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിരാജിക്കും. സയൻസിലൂടെ ഈ സോമത്തെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോമനീരിലുള്ള ആറ്റങ്ങളെ അയോണുകളായിട്ട് വിഘടിപ്പിച്ചിട്ടാണ് പാത്രത്തിൽ സംഭരിക്കുന്നത്. അയോണുകളാകുമ്പോൾ മാത്രമേ മഴമേഘങ്ങളെ യോജിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അയോൺസ് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പാസ് ചെയ്യും. ശുദ്ധവെള്ളത്തിലൂടെ കറണ്ട് കിടക്കില്ല. കുറച്ച് അയോണുള്ള ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം കറണ്ട് പാസ് ചെയ്യും. അതുപോലെ മേഘത്തിൽ, അന്തരീക്ഷത്തിൽ ഈ അയോണുകളെയാണ് കൊണ്ടിടാൻ പോകുന്നത്. അപ്പം അത് മഴയായിട്ട് പെയ്യും. ഇതെല്ലാം സയൻസേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി 26 ഇറ്റിറ്റിങ്ങനെ സോമം വീഴുന്നത് അന്തരീക്ഷത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണെന്ന് പറയുകയാണ്. ഇങ്ങനെ പാത്രത്തിൽ വീഴുന്ന സോമം പിഴിഞ്ഞെടുക്കുന്നത് എന്തിനേക്ക് വേണ്ടിയാണ്? നമുക്ക് കുടിക്കാനല്ല, അതിനെ അന്തരീക്ഷത്തിലേക്ക് അയക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വളരെ വിശിഷ്ടമായി
പ്രത്യക്ഷപ്പെടുന്ന സോമം യജ്ഞം ചെയ്യുന്ന യജ്ഞകർത്താവിന് വേണ്ടിയാണ് പാത്രത്തിൽ അത് വീഴുന്നത്. ഈ യജ്ഞം ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഇതിന് ചെയ്യുന്നത്? അതിനെ വിശിഷ്ട രൂപത്തിലേക്ക് പാത്രത്തിലേക്ക് പതിപ്പിക്കുകയാണ്. ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിനെ അയോണുകൾ രൂപത്തിൽ അയനൈസ്ഡ് ഫോമിലേക്കാക്കി മാറ്റിയിട്ടാണ് പാത്രത്തിലേക്ക് വീഴുന്നത്. അതപ്പം യജ്ഞകർത്താവിന് വേണ്ടി, ഈ യജ്ഞം നടത്തുന്ന ആൾക്ക് വേണ്ടി പാത്രത്തിൽ വീഴുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ യജ്ഞം. അദ്ദേഹത്തിൻ്റെ യജ്ഞം എന്താണ്? മഴ പെയ്യിപ്പിക്കുക. ഇനി 27. വേഗത്തിൽ സഞ്ചരിക്കുന്ന സോമം നമ്മുടെ യജ്ഞത്തിലെത്തി. അപ്പം ഈ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ സോമം പിന്നെ വളരെ വേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് പോകും. അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്നത് അന്തരീക്ഷത്തിൽ അങ്ങ് പോയി മേഘങ്ങളുള്ള സ്ഥലത്ത് എത്തും. അത് ശീഘ്രഗാമികളാണ്, വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ളതിനാണ് അങ്ങനെയുള്ള സോമത്തെ ആക്കിയിട്ടാണ് കലശത്തിൽ ശേഖരിക്കുന്നത്. ഈ നീരത്ര വേഗം അങ്ങ് പോവില്ല. പക്ഷേ അതിനെ അയനൈസ്ഡ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിലാണ് അതിനെ കലശത്തിൽ സംഭരിക്കുന്നത്. അങ്ങനെ പവിത്രീകരിച്ച, അങ്ങനെ ശുദ്ധമാക്കിയ ആ സോമമാണ് അന്നത്തെ പ്രാപിക്കുന്നത്. അന്നത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മളിത് അയക്കുന്നത്? മഴ പെയ്യിപ്പിക്കാൻ. അപ്പോൾ അത് മഴ പെയ്യിപ്പിക്കുക, അതാണ് നമ്മുടെ അന്നം. ആ മഴയാണ് ചെടികളെല്ലാം വളർന്നിട്ട് അന്നമായിട്ട് മാറുന്നത്. പവിത്രീകരിക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ അതിനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഋത്തിക്കുകൾ, യജ്ഞം നടത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ നല്ല നീണ്ട വിരലുകൾ കൊണ്ട് അതിനെ ശുദ്ധമാക്കിയെടുക്കുന്നു. അതിനെ വിരലുകൾ കൊണ്ട് പിഴിഞ്ഞിട്ടാണ്, ഇടിച്ച് പിഴിഞ്ഞിട്ടെടുത്തിട്ടാണ് ശുദ്ധീകരിച്ച് കലശത്തിലേക്കും അവിടെ നിന്ന് യജ്ഞ കുണ്ഡത്തിലേക്കും എത്തിക്കുന്നത്. ഇനി 28. ഈ സോമത്തിൻ്റെ പ്രത്യേകത പറയാണ്, മഹനീയമായ ആയുധങ്ങൾ അതിനുണ്ട്. ആയുധം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ആയുധം ഉപയോഗിക്കുന്നത്? ശത്രുക്കളെ കീഴടക്കിയിട്ട്. ഇവിടെ ശത്രു ഏതാണ്? മേഘം, 2 മഴ പെയ്യേണ്ട മേഘങ്ങൾ കൂടിച്ചേരുന്നില്ല, തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഒരു ശത്രുതയുണ്ട്. അതിന് വൃത്രാസുരൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സോമം അവിടെ ചെല്ലുമ്പോഴേക്ക് അത് പെട്ടെന്ന് കൂടിച്ചേരും. ഏതുപോലെ എന്നാൽ വെള്ളത്തിലോട്ട് 2 ഇലക്ട്രോഡ് ഇട്ടിട്ട് കറണ്ട് പാസ് ചെയ്താൽ വെള്ളം കടത്തി വിടില്ല. അവിടെ ഒരു തടസ്സമുണ്ട്. കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്യും. അതുപോലെയാണ് സോമം. ആയുധമുണ്ട്. അതായത് ഇവന്മാരുടെ കൂടിച്ചേരാത്തതിന് ഈ ആയുധം, ഇവൻ്റെ ഈ സോമം എന്ന ആയുധം അവിടെ എത്തുമ്പോൾ ആയുധം ധരിച്ചവനാണ്. ആക്രമികളെ നശിപ്പിക്കും. ആ മേഘത്തെ കൂടിച്ചേരുന്നതിന് തടസ്സമാക്കി നിൽക്കുന്ന ശക്തികളെയെല്ലാം നശിപ്പിക്കും. എന്നിട്ട് ദോഷം അകറ്റും. എന്താണ് ദോഷം? നമുക്ക് മഴ കിട്ടുന്നില്ല, ഭയങ്കര ഉഷ്ണം, മഴക്കാലമായിട്ടും മഴ പെയ്യുന്നില്ല. ആ ദോഷം അകറ്റും, രക്ഷ നൽകും. നമുക്ക് നല്ല മഴയെല്ലാം കിട്ടി സുഖം നൽകും. മഹനീയമായ ശക്തിയാർന്നതുമായ, ഭൂമിയെ ധരിക്കുന്നതുമായ സോമദേവതയെ സംസ്കരിച്ച് നമ്മൾ ശുദ്ധമാക്കിയെടുത്തിരിക്കുന്നു. ഭൂമിയിലുള്ള ഈ സോമത്തെ, ഇതെല്ലാം ചെയ്യുന്ന ഈ സോമം എവിടെയാണുള്ളത്? ഭൂമിയിൽ. ഭൂമിയെ ധരിക്കുന്ന സോമത്തെ നമ്മൾ സംസ്കരിച്ചെടുത്തിരിക്കുന്നത്. സോമദേവതയെ, അതിനെ ദേവതയായിട്ട് പറയുകയാണ്. ഈ സോമദേവതയെ, ഈ കഴിവെല്ലാമുള്ള, ആകാശത്തിൽ പോയി ശത്രുക്കളെയെല്ലാം മേഘം കൂടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കി മഴ പെയ്യ്ക്കുന്നതിന് പ്രാപ്തമായ സോമത്തെ ഭൂമിയിൽ നിന്നും നമ്മളെടുത്ത് സംസ്കരിച്ചിരിക്കുന്നു. ഇനി 29. ബുദ്ധിതിജന്യമനം അനുഷ്ഠാന കാരണം
ബുദ്ധിയുണ്ട് അതിന്. സോമത്തിനും ബുദ്ധിയുണ്ട്, ഈ യജ്ഞം ചെയ്യുന്നവനും ബുദ്ധിയുണ്ട്. രണ്ടുപേർക്കും ബുദ്ധിയുണ്ട്. സോമത്തിൻ്റെ ബുദ്ധി എന്താണ്? അതവിടെ പോയിട്ട് കൂടിച്ചേരാതെ മേഘങ്ങളെ തമ്മിൽ അങ്ങ് കൂടിച്ചേർക്കും. അതിനുള്ള കഴിവ് അതിന്. അനുഷ്ഠാനകാരകനും അനുഷ്ഠാനങ്ങൾ ചെയ്യും. അതിന് അതിൻ്റേതായ അനുഷ്ഠാനമുണ്ട്. യജ്ഞം ചെയ്യുന്നവനും അതിൻ്റേതായ നിലയിൽ സംസ്കരിച്ചെടുക്കുകയാണ്. പ്രകാശം ചൊരിയുന്ന സോമമാണ്, നല്ല തിളങ്ങുന്ന സോമമാണത്. അതിന് ഉശനസ് എന്നാണ് പറയുന്നത്. ഏത് സോമം? ഈ സോമം അയനൈസ്ഡ് ഫോമിലെത്തുമ്പോഴാണ് അതിന് ഉശനസ് എന്ന് പറയുക. എന്ന് പേരുള്ളവനുമായ അദ്ദേഹം ഈ ഗോക്കളുടെ ഉള്ളിലേക്ക് ഉള്ള ജലത്തെ, ഗോക്കളുടെ പാലിലുള്ള ജലത്തെ തിരിച്ചറിയുന്നു എന്ന് വെച്ചാൽ ഇതിനോടുകൂടി എന്തും ചേർക്കുന്നുണ്ട്? പശു പാലും ചേർക്കുന്നുണ്ട്. അപ്പം വെറും വെള്ളത്തെ പിഴിഞ്ഞാൽ പോരാ, അതിന് നല്ലവണ്ണം അറിയാം ഈ പാലില് ആ ജലവുമായി ചേർന്ന് കഴിഞ്ഞാൽ, ജലം എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ് അർത്ഥം. ഭൂമി ജലം എന്ന് പറയുമ്പോൾ ദ്രവരൂപത്തിലുള്ളതിനെല്ലാം ജലമെന്നാണ് പറയുക വേദത്തിൽ. അപ്പം പാലിലുള്ള ആ ശക്തിവിശേഷത്തെ അതിന് നല്ലവണ്ണം തിരിച്ചറിയാം. കാരണം അത് അന്തരീക്ഷത്തിൽ പോയി മഴ പെയ്ക്കണ്ടിക്കൽ അത് വെള്ളവുമായിട്ട് മാത്രം ചേർന്നാൽ പോലെ പാലുമായിട്ട് ചേരണമെന്നും അതിന് അറിയാം. അതുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പാലും അർപ്പിക്കുന്നുണ്ട്. ആര്? ഋത്തിക്കുകൾ പാലും അർപ്പിച്ചിട്ടാണ് അതിനെ സംസ്കരിച്ച് എടുക്കുന്നത്. ഇനി അടുത്ത ഖണ്ഡം അടുത്തേ.